ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മാസ്ക് മാറ്റുമ്പോഴേക്കും ഗോവിന്ദനെ പേടിയാവാണ്. വേണ്ട വേണ്ട, എൻ്റെ മുമ്പിൽ ഇങ്ങനത്തെ പരീക്ഷണമൊന്നും വേണ്ട, ആ മാസ്ക് ഗീതുവിൻ്റെ മൂക്കിൽ തന്നെ വെക്കാൻ പറയുകയാണ്. ഗീതുവിൻ്റെ ജീവൻ ആപത്താവണം, ഒരു പരീക്ഷണവും വേണ്ട, വേണ്ട ഡോക്ടർ, വേണ്ട എന്ന് പറയുവാണ്. അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട് ഗോവിന്ദനടുത്ത്, ഗോവിന്ദ്, ഗീതു മാസ്ക് കൂടാണ്ട് 20 സെക്കൻഡ് ശ്വസിച്ചു, അത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. 2 മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബ്രീത്ത് എടുക്കാൻ നമ്മുടെ ഗീതുവിന് സാധിക്കും. അയാൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കഴിവും കപ്പാസിറ്റിയും ഒക്കെ ഉണ്ട്. ഒരു രോഗിക്ക് ജീവിതത്തിലേക്ക് എത്രമാത്രം തിരിച്ചു വരണമെന്ന് തോന്നണോ അത്രമാത്രം പെട്ടെന്ന് ബ്രീത്ത് എടുക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുകയാണ് ഡോക്ടർ. ഞാനുള്ളപ്പോൾ അങ്ങനത്തെ പരീക്ഷണം വേണമെന്ന് ഗോവിന്ദ് പറയുകയാണ്. ആ സമയത്ത് ഡോക്ടർ പോയി കഴിയുമ്പോൾ സിസ്റ്ററിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. അതെ അതെ, ഗോവിന്ദ് പുറത്ത് തന്നെയുണ്ട്, ഇപ്പോൾ വരണ്ട കേട്ടോ, ഞാൻ പറയുമ്പോൾ വന്നാൽ മതി. അപ്പോൾ ഗീതു ഇതെല്ലാം തന്നെ കേട്ടിരിക്കുക കേട്ടോ. ഗീതു സിസ്റ്റർ തെറ്റിദ്ധരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സിസ്റ്റർ വിളിക്കണ വിജയലക്ഷ്മിനെയാണ് കേട്ടോ. അങ്ങനെ സിസ്റ്റർ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ എന്നെ സിസ്റ്റർ പറയാണ്. അതിനുശേഷം ഫോം വെക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു അപരിചിതം വന്നിട്ട് ഗോവിന്ദനെ വാച്ച് ചെയ്യണത് കാണിക്കുന്നത്. സുവർണയുടെയും അതുപോലെ തന്നെ വരുണിൻ്റെയും ഒരു ആളാണ് കേട്ടോ അത്. അവർ പറയുന്നുണ്ട്, പക്ഷേ അവൻ പോയിട്ട് കുറേ നേരമായാലും വിളിച്ചില്ലല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ സുവർണനെ അയാൾ വിളിക്കുന്നുണ്ട്. മേഡം 2 മണിക്കൂർ ഞാൻ ഐസിയുടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യണു, ഇവിടെ ഗോവിന്ദ് എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് മാറുന്നേ ഇല്ല എന്നിങ്ങനെ പറയുവാണ്. വെയിറ്റ് ചെയ്യുന്ന സുവർണ പറയുന്നുണ്ട്. ശേഷം വരുണിനോട് പറയുന്നുണ്ട്, ഗോവിന്ദ് സാർ ഐസിയുടെ ഫ്രണ്ടിൽ തന്നെയാണ്, അവിടെ നിന്ന് മാറുന്നില്ല, അതുകൊണ്ട് അയാൾക്ക് അകത്ത് കയറാൻ പറ്റുന്നെന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, പക്ഷേ ഇയാൾക്കിത് എന്തിൻ്റെ കേടാ, ഐസിയുടെ ഫ്രണ്ടിൽ അയാൾ ആരെ കാണാൻ വേണ്ടി നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ ഒരേ തെറിയൊക്കെ പറയുകയാണ്. അതിന് സുവർണ പറഞ്ഞിട്ട്, സാർ വെയിറ്റ് ചെയ്യേ, വെള്ള പുതപ്പിച്ച സാറിൻ്റെ ഏടത്തിയമ്മനെ കൊണ്ടുവരുമ്പോൾ സാർ കരയണം കേട്ടോ, തമാശക്കാണെങ്കിലും ഒന്ന് കരയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുച്ഛിച്ച് ചിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഗോവിന്ദനെ അന്വേഷിച്ച് മഹേഷ് വരുന്നുണ്ട്. കിഷോർ വെയർ ഹൗസിലേക്ക് പോയിട്ടുണ്ട് അയാളെ ഭാര്യനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി. അയാളെ ഭാര്യ ആ സമയത്ത് അയാളെ കൈകാര്യം ചെയ്യാൻ പറ്റിയ അവസരം എന്ന് പറയുമ്പോൾ എന്നാൽ ഇപ്പം തന്നെ പോകാമെന്ന് ഗോവിന്ദ് പറയുവാണ്. അങ്ങനെ മഹേഷിനെയും കൂട്ടിക്കൊണ്ട് ഗോവിന്ദ് അവിടെ നിന്ന് പോണ കാണുമ്പോൾ ആ അപരിചിതൻ ഡോക്ടറിൻ്റെ കോട്ടൊക്കെ ഇട്ടിട്ട് ഐസിയുടെ ഫ്രണ്ടിലേക്ക് വരിക കേട്ടോ. ഒരു കൂസലില്ലാണ്ട് ഐസിയുടെ ഉള്ളിലേക്ക് കയറിപ്പോവാണ് ഗോവിന്ദ്. ആ സമയത്ത് ഗീതു നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ ഗീതുവിൻ്റെ അടുത്തേക്ക് ആൾ പോകുമ്പോൾ ഗീതുക്ക് ഒരു ഇതുമില്ല, നല്ല ഉറക്കത്തിൽ നന്നായിട്ട് ശ്വസിച്ച് കിടക്കുവാണ്. ഗീതുവിൻ്റെ കൈകൾ പിടിക്കുന്നുണ്ട്, അനക്കമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. ഗീതുക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ആശ്വാസത്തിലൂടെ കിടക്കുവാണെന്ന് മനസ്സിലായ അയാൾ പതുക്കെ ആരെങ്കിലും വരുന്നുണ്ടെന്ന് നോക്കി മാസ്ക് ഊരാൻ വേണ്ടി നോക്കുവാണ്. അപ്പോഴാണ് ആരുടെയൊക്കെ ഒച്ച കേൾക്കുന്നത്. അത് വേറെ ആരുമല്ല, ഡോക്ടറും നഴ്സും കൂടി വരുവാണ് കേട്ടോ. അയാൾ പെട്ടെന്ന് ആ കർട്ടൻ്റെ അപ്പുറത്തേക്ക് ഒളിച്ച് നിൽക്കുവാണ്. ഇതൊന്നും തന്നെ ഗീതു അറിയുന്നേ ഇല്ല. അങ്ങനെ ഡോക്ടർ വന്നിട്ട് നമ്മൾ വരുമ്പോഴേക്കും സിസ്റ്റർ ഗീതുവിനെ വിളിക്കുന്നുണ്ട്. ഗീതാഞ്ജലി എഴുന്നേക്ക്, ഇതേ ഡോക്ടർ വന്നു എന്ന് പറയുമ്പോൾ ഗീതു നല്ല ഉറക്കം. ഡോക്ടർ പറയുന്നുണ്ട്, വേണ്ട, മയക്കത്തിലാണ് ആൾ, നമുക്ക് പിന്നെ വരാം, എന്തായാലും ട്രിപ്പ് തീരുമ്പോൾ തന്നെ 2ാമത് ഇട്ടോളൂ കേട്ടോ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. സിസ്റ്റർ വീണ്ടും ട്രിപ്പിൻ്റെ അവിടെ പോയിട്ട് ട്രിപ്പൊക്കെ ഇടുവാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അയാൾ ഇടക്കിടക്ക് ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുവാണ് സിസ്റ്റർ ഇതൊന്നും കാണാണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കിഷോർ വെയർ ഹൗസിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അവിടെ വന്നിട്ട് അവർണിക്കിനെ വിളിക്കുകയാണ്. അവർണിക, നീ എവിടെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റ് കിച്ചു, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവർണിക ഫോം വെക്കുകയാണ്. കിഷോർ നോക്കുമ്പോൾ തൊട്ട് ബാക്കിൽ ബൈക്കിൽ, അതായത് റേസ് ചെയ്തിട്ട് ഒരാൾ വരുന്നുണ്ട്. തൊട്ടിപ്പുറത്തും ബൈക്ക് റേസ് ചെയ്തിട്ട് ഒരാൾ വരുന്നുണ്ട്. അങ്ങനെ 2 പയ്യന്മാർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വരുവാണ്. കിഷോർ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പുറത്തും വേറെ 4 ഭാഗത്തുനിന്ന് കിഷോറിനെ പൂട്ടാൻ വേണ്ടി തന്നെ ഓരോരുത്തർ ബൈക്കിലേക്ക് വരുവാണ്. ഓരോരോ അഭ്യാസങ്ങൾ എടുത്തിട്ട് കിഷോറിന് ചുറ്റും വട്ടം കറങ്ങുവാണ്. നിങ്ങളൊക്കെ ആരാ, എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല. അവർ ആ ഹെൽമെറ്റ് വെച്ചിട്ട് പതുക്കെ ഒന്ന് കിഷോറിനെ നോക്കുന്നുണ്ട്. വീണ്ടും കിഷോറിനെ ഇട്ടിട്ട് ഒരു ഒറ്റ അടി വെച്ചെടുത്തതിന് ശേഷം കിഷോറിനെ നിലത്തേക്ക് ഇടുവാണ്. ആരാ, എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ കിഷോറിനെ ഓടിച്ച് ആ വെയർ ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറ്റുവാട്ടോ. അതേ സമയത്ത് വിജയലക്ഷ്മി നമ്മുടെ നേഴ്സിനെ വിളിക്കുന്നുണ്ട്. ഞാൻ പറയാം ഇപ്പോൾ ഗോവിന്ദ് സാർ ഇവിടെ ഇല്ല, ഒരു 5 മിനിറ്റ് ഞാൻ പറഞ്ഞതിന് ശേഷം അകത്തേക്ക് വന്നോളൂ കേട്ടോ എന്ന് നേഴ്സ് രഹസ്യമായിട്ട് പറയുകയാണ്. അയാൾക്ക് കാര്യം മനസ്സിലായി ആരൊക്കെ വരുന്നുണ്ടെന്ന് നമ്മുടെ ഗീതുവിനോട് പറയുന്നുണ്ട്. ഗീതു, തന്നെ കാണാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ആൾ വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുകയാണ്. ഗീതുക്ക് എന്തോ പേടിയും ടെൻഷനൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ നേഴ്സ് അവിടെ നിന്ന് പോയിക്കുമ്പോൾ തന്നെ ആ ഡോക്ടർ വേഷം കെട്ടി അയാൾ അവിടെ വരുവാണ്. ഗീതു വിചാരിക്കും നേഴ്സ് പറഞ്ഞ ആളാണെന്നത്. അങ്ങനെ അയാൾ വന്നതിന് ശേഷം ഗീതു അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ പെട്ടെന്ന് തന്നെ ഗീതുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം മാസ്ക് മാറ്റാൻ വേണ്ടി കൈ ഇങ്ങനെ വെക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിഷോറിനെയാണ്. കിഷോറിനെ ആ ബൈക്ക് റേസേഴ്സ് എല്ലാവരും കൂടിയിട്ട് ആ വെയർ ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറ്റുവാണ്. കിഷോർ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗോവിന്ദ് വരികയാണ്. ഗോവിന്ദ് സാർ, എന്നെ രക്ഷിക്കണം, ഇവരാരാന്ന് എനിക്കറിയില്ല, എൻ്റെ പുറകെ വരുവാണെന്ന് പറയുമ്പോൾ ഗോവിന്ദ് കിഷോറിൻ്റെ മേത്തേക്ക് കൈ വെക്കുവാണ്. അതിനുശേഷം ബൈക്ക് റേസേഴ്സിനെ നോക്കുമ്പോൾ അവരെ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുവാണ് കേട്ടോ. അതിനുശേഷം മഹേഷ് വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കിഷോറിൻ്റെ കാര്യം മനസ്സിലാവുന്നത്, ഇതെല്ലാം തന്നെ ഗോവിന്ദിൻ്റെ ആൾക്കാരാണെന്ന്.
അതിനുശേഷം ഗോവിന്ദ് പറയുന്നുണ്ട്, നീ എന്തിനേടാ ആ പാവം പെണ്ണിനെ ചതിച്ചത്? ഒരു ഭാഗത്ത് ലോകത്തിലെ സർവ്വ സ്വത്തും ഒരു ത്രാസിൽ ലോകത്തിൻ്റെ സർവ്വ സ്വത്തും മറ്റൊരു ത്രാസിൻ്റെ ഒരു ഭാഗത്ത് നിന്നെയും വെച്ച് കഴിഞ്ഞാൽ അവൾ നിൻ്റെ കൂടെ വരുള്ളൂടാ. അത് എത്ര താഴ്ന്ന ത്രാസാണെങ്കിലും എത്ര പൊങ്ങിയ ത്രാസാണെങ്കിലും അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ വിചാരിച്ച് എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ ചതിക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചടാ എന്നൊക്കെ പറഞ്ഞിട്ട് കിഷോറിനെ അടിക്കുക കേട്ടോ. അങ്ങനെ അറഞ്ചം പുറഞ്ചം മാറ്റി മറിച്ച് ഒക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അവസാനം പെട്ടെന്ന് കിഷോറിൻ്റെ സ്വഭാവം മാറ്റുവാണ് കേട്ടോ. കിഷോർ പറയുന്നുണ്ട്, ഇനി എന്നെ അടിച്ചു പോകരുത് എന്ന് ഗോവിന്ദനോട് പറയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, അതെ ഞാൻ അവളെ പറ്റിച്ചു, എനിക്ക് അവളെ ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ അവളെ പണം വെച്ച് മേടിക്കാൻ നോക്കി, ഞാൻ അവളെ പണത്തിന് വേണ്ടി വിൽക്കാൻ നോക്കി, അതിലെന്താ തെറ്റ്? നിങ്ങൾ 3 മാസം അവളെ ഭാര്യയായിട്ട് കണ്ടതല്ലേ? ഞാൻ 1-2 വർഷമായിട്ട് അവളെ പുറകെ നടന്ന് വീഴ്ത്തിയതാണ്. അവളെ ഒരു പ്രാവശ്യം കൂടി ഉപയോഗിക്കാണ്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് തരിക? അതിനുവേണ്ടി തന്നെയാണ്, അവളെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്, അവളെ ഞാൻ മുതലെടുക്കാൻ വേണ്ടി തന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ നാണമില്ലട നിനക്ക് വേണ്ടി ജീവൻ കളയാൻ അവൾ റെഡിയായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, ജീവൻ കളഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് അവളെ വേണമായിരുന്നു, അതിനു വേണ്ടി തന്നെയാണോ ഞാൻ അവളെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്? താനൊരു ബിസിനസ്സുകാരനല്ലേ, ലാഭത്തിന് വേണ്ടി താൻ എന്തും ചെയ്യൂലേ? അതുപോലെ തന്നെയാണ് ഞാനും. ലാഭം എന്തുണ്ടോ എവിടെയാണോ ആ ലാഭത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യോടോ എന്ന് ഗോവിന്ദൻ്റെ മുഖത്തോക്കി കിഷോർ പറയുവാട്ടോ. അങ്ങനെ പറയുമ്പോഴേക്കും ഗോവിന്ദ് ആകെ ഞെട്ടിയിരിക്കുന്നൊരു ഭാഗത്തോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.